നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്തർപീഠം ശിവരാജ യോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ശിവരാത്രി വരുന്ന ഈ മാസം 15-ാം തീയതി. അപ്പോൾ ഈ ശിവരാത്രിക്ക് സ്പെഷ്യലായിട്ട് പൂജകൾ ക്ഷേത്രങ്ങളിൽ ചെയ്യാം, അതുപോലെ വീട്ടിലും ചെയ്യാം. ശിവലിംഗം വെച്ച് പൂജ ചെയ്യുന്നവർ വീട്ടിലും ചെയ്യാം. ഇല്ല പടം വെച്ച് പൂജ ചെയ്യുന്നവർ അവർ മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ ഈ ശിവരാത്രി 4 യാമമായിട്ട് പിരിക്കും. 4 6 to 9 1 PM, 9 to 12 PM, 12 നിന്ന് 3 AM, 3 AM to 6 AM, ഇങ്ങനെ 4 യാമമാണ്. ഈ 4 യാമത്തിനും സെപ്പറേറ്റ് പൂജ ചെയ്യണം. ഫസ്റ്റ് യാമത്തിന് വന്ന് ഋഗ് വേദത്തിൻ്റെ പാട്ടുകൾ പാടി, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ, അതിൽ പ്ലേ ചെയ്ത് ചെയ്യാം. അടുത്ത യാമത്തിന് വന്ന് 9 o'clock സ്റ്റാർട്ടിങ്ങിന് വന്ന് യജൂർ വേദത്തിൻ്റെ പാട്ട് പാടി അത് പൂജ ചെയ്യാം. അടുത്ത് 12 മണിക്കുള്ളത് സാമവേദ പാട്ടുകൾ പാടി ശ്ലോകങ്ങൾ പറഞ്ഞ് പൂജ ചെയ്യാം. അടുത്തത് 3 AM ഉള്ളതിന് അഥർവണ വേദത്തിലുള്ള പാട്ടുകൾ പാടി പൂജകൾ ചെയ്യാം. അപ്പോൾ ഇതിനും സെപ്പറേറ്റ് ബലം, ഇതിനൊരു ബലമുണ്ട്, ഇത് നന്മകൾ. അതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് 6 മണിക്ക് ഋഗ്വേദം പഠിച്ച് ചെയ്യുന്ന പൂജയ്ക്ക് കർമ്മവിനകൾ മാറും. നമ്മൾ ഈ എടുത്ത ജന്മത്തിൽ കർമ്മങ്ങളൊക്കെ ക്ലിയറായാലേ മുക്തി, അത് കർമ്മങ്ങൾ മാറിക്കിട്ടും. ആ പൂജയ്ക്ക് ആ ബലമാണ്. രണ്ടാമത് യജുർ വേദത്തിനുള്ള ഇത് 9 മണിക്ക് ചെയ്യുന്ന പൂജ സെൽവം പെരുകും, ധനധാന്യം വർദ്ധിത പ്രയോജനമുണ്ട്. ഇത് 12 മണി ചെയ്യുന്ന പൂജയ്ക്ക് എന്തെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജിയൊക്കെ പോകും. നെഗറ്റീവ് എനർജി ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ആഹാരത്തിൽ കൂടി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നെഗറ്റീവ് എനർജി ആസ്ട്രൽ ബോഡി ഇറന്നതൊക്കെ ക്ലെൻസ് ആവും. അടുത്ത 3 AM ടു സ്റ്റാർട്ട് ചെയ്യുന്ന ജാമത്തിൽ സർവ്വ സൗഭാഗ്യവും കിട്ടും. ഇതാണ് സർവ്വ സൗഭാഗ്യം കിട്ടും. ഈ 4 ശിവപൂജ ചില ശൈവ മഠങ്ങളിൽ ശിവരാത്രി കാലത്ത് നിന്ന് തുടങ്ങും, 6 നേര പൂജ ചെയ്യും. പക്ഷേ രാത്രിയെങ്കിലും കമ്പൽസറിയായി ചെയ്യണം. അത് ശിവക്ഷേത്രങ്ങളിൽ വിടിയ ഈ വിളക്കേറ്റി ഈ പൂജകളൊക്കെ ചെയ്യേണ്ടതാണ്. ഒவ்வொரு ജാമത്തിന് മുമ്പ് പൂജ ചെയ്യുമ്പോൾ കുളിച്ചിട്ട് 1 പ്രാവശ്യം 4 പ്രാവശ്യം കുളിച്ചിട്ട് രാത്രി പൂജ ചെയ്യുന്ന പ്രാക്ടീസുണ്ട്. അപ്പോൾ ഇതിന് ഒவ்வொரு വ്യത്യാസങ്ങൾ, അത് ഉദാഹരണമായിട്ട് നമ്മൾ ദീപം കയറ്റുന്നത് ഫസ്റ്റ് യാമത്തിന് കയറ്റുന്നത് നെയ്യ് വിട്ട് വിളക്ക് കയറ്റിയാൽ നല്ല പ്രയോജനമുണ്ട്, നെയ്യ് വിളക്ക്. അടുത്ത യാമത്തിനുള്ളത് നല്ലെണ്ണ വിട്ട് വിളക്ക് എരിച്ച് ചെയ്യുന്നത് നല്ലതാണ്. അടുത്ത 12 to 3 ഇലുപ്പ എണ്ണ എന്നുള്ളത് തമിഴ്നാട്ടിൽ കിട്ടും. അത് വെരി പവർഫുള്ളാണ്, ഇലുപ്പ എണ്ണ വിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം എന്തെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സാധാരണ നിങ്ങൾ ഈ എണ്ണ വന്ന് ഇതിൽ ഇലുപ്പ എണ്ണ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഇട്ടിരിക്കുന്നത്. സോ ഇലുപ്പ എണ്ണ ശിവനുക്ക് ഇഷ്ടമായിട്ടുള്ള എണ്ണയാണ്. അത് എരിച്ച് വരുന്ന ഈ സ്മോക്ക്, അതിന് പുക മുതലായിട്ട് നെഗറ്റീവ് എനർജിയെ വരട്ടാനുള്ള പവറുണ്ട്. ഇതൊക്കെയാണ് ശിവരാത്രിയിൽ ദീപമായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് വന്ന് ഡ്രസ്സ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് യാമത്തിന് മഞ്ഞൾ, 2ാമത് യാമത്തിന് മഞ്ഞൾ, അടുത്തത് വന്ന് 3ാമത് യാമം ചുവപ്പ്, 4ാമത് യാമത്തിൽ ചുവപ്പ് കളറുള്ള ഡ്രസ്സ്, തുണി, വസ്ത്രം സമർപ്പിക്കാം. പിന്നെ എന്തെന്ന് വെച്ചാൽ ഫ്ലവർ, ഏത് ഫ്ലവർ വെച്ച് വിൽവം എല്ലാത്തിനും കോമണാണ്. പക്ഷേ സ്പെഷ്യലായിട്ട് പറയുന്നത് ഫസ്റ്റ് യാമത്തിനും താമരപ്പൂ, സെക്കൻഡ് യാമത്തിന് വിൽവം, അടുത്തത് 3ാമത് യാമത്തിന് വിൽവം, മരുക്കൊഴുന്ത്, അതുപോലെ മല്ലികപ്പൂ, ഇതൊക്കെ ചെയ്യാം. 4ാമത് അതിൽ നന്ദ്യാവട്ടപ്പൂ. ഇതിലിപ്പോൾ സാധാരണ മറ്റേ വിൽവം സാധാരണ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ
നന്ദ്യാവട്ട എന്ന് പറയുന്ന ഫ്ലവർ വെച്ച് പൂജ ചെയ്താൽ വിശേഷമാണ്. അടുത്തത് എന്തെന്ന് വെച്ചാൽ അഭിഷേകം എന്ന് വെച്ചാൽ ഫസ്റ്റ് യാമത്തിന് പഞ്ചഗവ്യ അഭിഷേകം ചെയ്യും. രണ്ടാമത് യാമത്തിന് പാല് തേനുള്ള അഭിഷേകം ചെയ്യും. മൂന്നാമത് യാമത്തിന് തൈര് കരിമ്പുച്ചാറ് ഉള്ള അഭിഷേകം ചെയ്യും. നാലാമതിനും പാൽ തൈര് കരിമ്പുച്ചാറ് ഉള്ള അഭിഷേകം ശിവലിംഗം വെച്ച് ചെയ്യുന്നവർക്ക് ചെയ്യാം. അടുത്തത് നൈവേദ്യം ചെയ്യുന്നതെന്ന് ഇത് പാശിപ്പരിപ്പും പൊങ്കൽ ആദ്യത്തിന് ഉള്ള ഒരു പൂജയ്ക്ക്, രണ്ടാമത് യാമത്തിനുള്ള പൂജയ്ക്ക് സുണ്ടൽ, മൂന്നാമത് യാമത്തിന് എള്ള് പൊങ്കൽ, അതായത് ചോറ് പൊങ്ങി അതിനൂടെ എള്ളും കൂടെ ഇട്ട് അങ്ങനെ ചെയ്യുന്ന സാധനം എള്ള്. അടുത്തത് വന്ന് വെൺപൊങ്കൽ, നാലാമത് ഇങ്ങനെ. സോ ഇങ്ങനെ നമ്മൾ ഈ വിടിയ മുളിച്ചിരുന്ന് പൂജ ചെയ്യുന്നതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് ഈ നവരാത്രി 9 രാത്രി എന്ന് ശിവന് ഒരു രാത്രിയുണ്ട് ആൾ നൈറ്റ് മുളിച്ച് ഇരുന്ന് പൂജ ചെയ്യുന്നത്. ഇതിൽ ചില കമേഴ്ഷ്യൽ ഗുരുജിയൊക്കെ കൂട്ടാൻ വേണ്ടി ആട്ടം പാട്ടം കൊണ്ടാട്ടം അതൊക്കെ ഇല്ല. കേരളത്താണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് പേര് കൂടുന്നത് ആലുവ ശിവരാത്രി. ആലുവ മണൽ തീരത്ത് ശിവലിംഗം പിടിച്ച് പൂജ ചെയ്ത് 4 നേരം പൂജ ചെയ്താൽ ഇങ്ങനെ നല്ലതാണ്. കുളിച്ചിട്ട് പൂജ ചെയ്യാം. ഈ നடைമുറയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ മെഡിറ്റേഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. ഈ 6, 9, 12, 3 മണിക്കുള്ളത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ സൂം ലിങ്കിൽ ആ മെഡിറ്റേഷനിൽ കലർന്നു കൊള്ളാം. നന്ദി, നമസ്കാരം.